ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ കാൽപാദങ്ങളിൽ മസാജ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളാണ്. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു വേറൊരു ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മസാജ് കണ്ടപ്പോൾ തോന്നി അതും കൂടെ ചേർത്തിടാന്ന് കേട്ടോ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയി പെഡിക്യൂർ ചെയ്യുന്നവർക്കറിയാം അല്ലേ, അവിടെ എങ്ങനെ മസാജ് ചെയ്യണേന്ന്. അവർ നല്ല ഭംഗിയായിട്ട് മുട്ടുവരെ അങ്ങ് ക്രീമിട്ട് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യും. പിന്നെ ഓരോ വിരലും എടുത്ത് ക്ലോക്ക് വൈസിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് വലിച്ച് അല്ലേ അങ്ങനെയൊക്കെയല്ലേ ചെയ്യണേ. പിന്നെ നമ്മുടെ കാൽവിരലുകൾക്കുള്ളിലേക്ക് കൈവിരലുകൾ കോർത്ത് മൊത്തത്തിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസൊക്കെ തിരിച്ച് വലിക്കും. അതുപോലെ നഖങ്ങൾ എല്ലാം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസൊക്കെ ചെയ്യും. അങ്ങനെ ഒത്തിരി മസാജുകൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെയ്യുമല്ലേ. പിന്നെ കാലിൻ്റെ അടി നന്നായിട്ട് നമ്മുടെ ഈ പുറം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ചൂടാക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലാക്സാണ്, നമ്മുടെ ബോഡി കംപ്ലീറ്റ് റിലാക്സ് ആവും. അതിന് കാരണം എന്താണെന്നോ, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുഖത്ത് മസാജ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഗുണകരം ആയിട്ടുള്ള മസാജ് കാലുകളാണ്. ഇപ്പം നമ്മുടെ മുഖം മസാജ് ചെയ്താൽ കിട്ടുന്ന ഗുണത്തേക്കാൾ മുഖത്ത് മാത്രമാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ ചുളിവുകൾ നീങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ മുഖം മസാജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം അല്ലേ. ആ സമയം കാലുകൾ മസാജ് ചെയ്താൽ നമ്മുടെ ഫുൾ ബോഡിക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. അതിന് കാരണം എന്താണെന്നോ, നമ്മുടെ ശരീരത്തിലുള്ള നെർവ്സുകളുടെ എല്ലാം എൻഡ് വരുന്നത് കാൽപാദങ്ങളിലാണ്. അപ്പോൾ ഈ കാൽപാദങ്ങൾ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ബ്ലഡ് സർക്കുലേഷൻ കൂടും അല്ലേ. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഹോൾ ബോഡി ഓക്സിജൻ ഫ്ലോ കൂടും. അപ്പം നമ്മൾ ഫുള്ള് റിലാക്സ് ആവും, നല്ല കാമാകും. അതിലുപരി ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഉറക്കം കിട്ടും, BP കുറയുന്നതിനും അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിനും അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ് നമ്മൾ ഈ കാൽപാദങ്ങൾ മസാജ് ചെയ്യുമ്പോൾ കേട്ടോ. അത് വെറുതെ മസാജല്ല, നന്നായിട്ട് ചൂടായിട്ടൊക്കെ നമ്മൾ മസാജ് ചെയ്യാം. അപ്പം മസാജ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ക്രീമാണല്ലോ അല്ലേ ഉപയോഗിക്കുന്നത്. ക്രീമിന് പകരം ഇപ്പം നമുക്കിങ്ങനെ നല്ല തണുപ്പ് സീസണൊക്കെ ആണെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കാം, എള്ളെണ്ണ ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴേ നമുക്കതൊക്കെ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ വല്ലാണ്ട് വിയർപ്പിൻ്റെ അസുഖം എന്ന് പറയുമല്ലോ പിള്ളേർ, വല്ലാണ്ട് വിയർക്കുന്നവരാണെങ്കിൽ പശുവിൻ നെയ്യ് നല്ലതാണ് കേട്ടോ. ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് പശുവിൻ നെയ്യ് കൊണ്ട് നമുക്ക് കാലുകൾ മസാജ് ചെയ്യാം. പിന്നെ കാലുകൾ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെക്കണത് നല്ലതാണ്. കാലുകൾക്ക് എന്ത് ചെയ്താലും കേട്ടോ, അത് നമ്മുടെ ഹോൾ ബോഡിക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. അതാണ് ഞാനിത് എടുത്തെടുത്ത് പറയണത്. കാലുകൾക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും മസാജ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്നോ, ഇനി നമുക്ക് എന്നും മസാജ് ചെയ്യാൻ പറ്റിയല്ലോ, ഇരട്ടി ഗുണമാണ് അല്ലേ. ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ക്രീം എടുത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ എങ്ങനെയായാലും വേണ്ടി വരും. ആ സമയം വെറും 5 മിനിറ്റ് ഒരു ദിവസം നമുക്ക് കാലുകൾക്ക് മസാജ് എളുപ്പമായിട്ട് കൊടുക്കാം കേട്ടോ. അത് എങ്ങനെയാണെന്നോ, ഒന്നുമില്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു പന്തുണ്ടെങ്കിൽ കേട്ടോ, പന്ത് ഇപ്പോൾ ടെന്നീസൊക്കെ കളിക്കണ പന്താണെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. അല്ലെ ഒരു ചെറിയ പന്തുണ്ടെങ്കിൽ നമ്മുടെ കാലുകളിൽ ആർച്ച് ഭാഗം ഉണ്ടല്ലോ, ആർച്ച് ഭാഗത്ത് ഈ പന്ത് വെച്ച് നന്നായിട്ട് നമുക്ക് മസാജ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് അത് ഗുണം ചെയ്യും. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഓക്സിജൻ ഫ്ലോ കൂടും, നല്ല റിലാക്സ് ആവും. നമുക്കൊരു പന്ത് മതി കേട്ടോ. ക്രീമും വേണ്ട, വെള്ളവും വേണ്ട, നമ്മൾ വലിക്കും വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് നമുക്ക് അധികം സുഖം കിട്ടുന്നത് അല്ലേ. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെയ്ത് അത്രയും സുഖം കിട്ടില്ല. പിന്നെ നമ്മൾ കാലുകളെടുത്ത് നമ്മുടെ മടിയിലോട്ട് വെച്ച് നമുക്ക് നന്നായിട്ടൊക്കെ വിരലുകളും കാൽപാദങ്ങളൊക്കെ നമുക്ക് മസാജ് ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് വളരെ എളുപ്പമായിട്ട് ഈ പന്ത് വെച്ച് ഈ കാലിലെ ആർച്ചിൽ നന്നായിട്ട് നമുക്ക് ഉരുട്ടിക്കഴിഞ്ഞാൽ ഇതേ ഗുണം കിട്ടുന്ന പുതിയ കണ്ടുപിടുത്തം കേട്ടോ. പിന്നെ വേറൊന്നുണ്ട്, ഇനി പന്തില്ല, നിങ്ങളുടെ വീട്ടിൽ കുപ്പി കാണുമല്ലോ, വെള്ളം കാണുമല്ലോ, ഫ്രിഡ്ജ് കാണും അല്ലേ. അപ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഓക്കെ, ഫ്രിഡ്ജിൽ വെച്ച് അത് തണുത്ത് കഴിയുമ്പോൾ ഈ വെള്ള കുപ്പിയും
നമുക്ക് ഈ ആർച്ച് കാൽപാദങ്ങളിലെ ആർച്ചിൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി ഒരു 5 മിനിറ്റ് കൊടുക്കുക. അതും സൂപ്പറാണ്. നമുക്ക് കാല് മസാജ് ചെയ്യണതിന് തുല്യമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ വെള്ളക്കുപ്പി. തണുത്ത വെള്ളക്കുപ്പി നമ്മുടെ കാൽപാദങ്ങളിലെ ആർച്ചിൽ നന്നായിട്ട് ഉരുട്ടി കൊടുത്ത് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ, എല്ലാവർക്കും എളുപ്പം ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മൾ ടി വി കാണുമ്പോഴും അതുപോലെ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഓർക്കുമ്പോഴൊക്കെ ചെയ്യാം. അതിന് പ്രത്യേക സമയമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ കാലുകൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കുളിക്കുന്നതിന് മുന്നൊക്കെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ ക്രീമോ അല്ലെങ്കിൽ എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്യുമ്പോൾ പിന്നെ അതിൽ അഴുക്ക് പറ്റിയ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെ കെയർ ചെയ്യണം നമ്മുടെ സാധാരണ മസാജിന്. പക്ഷേ ഈ മസാജിന് നമ്മൾ കെയറൊന്നും ചെയ്യണ്ട. കുളി കഴിഞ്ഞ് നമ്മൾ ടി വി ഒക്കെ കാണുന്ന സമയത്ത് ഒരു കുപ്പി തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഒരു ബോളോ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കാൽപാദങ്ങൾ മസാജ് ചെയ്യാം. ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തുള്ള ഒരു ബോർഡാണല്ലോ അക്യുപഞ്ചർ, പ്രഷർ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ചികിത്സകൾ. പണ്ടൊന്നും നമുക്ക് ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. ഇതിപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ ആയിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ പിന്നെ അതുപോലെ ഒത്തിരി മെഷീനറികളും വരുന്നുണ്ട്, ഇങ്ങനെ ഫുഡ് മസാജർ എന്നൊക്കെ പറഞ്ഞ്. ഇതെല്ലാം നല്ലതാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ കണക്റ്റീവ് ടിഷ്യൂസിനൊക്കെ അതുപോലെ മസിൽസിനൊക്കെ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും അതുപോലെ തന്നെ നല്ല ബോഡി റിലാക്സ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഇപ്പോൾ ഫുഡ് മസാജറാണെങ്കിലും അക്യുപഞ്ചർ പോലെയുള്ള അതെല്ലാം നല്ലതാണ്. ഇതെല്ലാം ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ കാൽപാദങ്ങളിൽ വന്ന് നമ്മുടെ എല്ലാ നെർവ്സിൻ്റെ എൻഡ് മിക്കവാറും നെർവ്സിൻ്റെ എൻഡ് കാൽപാദങ്ങളിലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക കേട്ടോ, ഉത്തേജിപ്പിക്കുക. ഇതിനെ ഉത്തേജിപ്പിക്കാനാണ് ഈ വക ചികിത്സകളെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ഒരു കുപ്പിയോ അല്ലെങ്കിൽ ഒരു ബോളോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇതിന് പ്രായഭേദമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിച്ച് അവർക്ക് കുറേ നേരമൊക്കെ ഇരുന്ന് പഠിച്ചൊക്കെ കഴിയുമ്പോൾ അവർക്കിങ്ങനെ ആകപ്പാടൊരു പിന്നെ ഇറിറ്റേഷനാണ്. പണ്ട് പാർലറിലൊക്കെ പിന്നെ പിള്ളേരൊക്കെ പരീക്ഷ ടൈമത്തൊക്കെ വന്ന് പെഡിക്യൂർ ചെയ്യുകയും ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ ഞാൻ പറയും ഒന്ന് പെഡിക്യൂർ ചെയ്യുക അല്ലെങ്കിൽ ഹെഡ് മസാജ് ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ നല്ലൊരു ഉണർവ് കിട്ടും പിള്ളേർക്ക് എന്ന് പറഞ്ഞു വിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ഇങ്ങനെ പഠിച്ച് ബോറടിക്കുമ്പോൾ നിങ്ങളുടെ അവിടെ ഒരു പന്തിരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ ആർച്ചിൽ ഒന്ന് മസാജ് ചെയ്താൽ മതിന്നേ, ഒന്ന് ഉരുട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ നമുക്ക് നല്ല ഉത്സാഹം തോന്നുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അടിപൊളിയല്ലേ, ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു ടിപ്പല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവരുമുണ്ട് ഒത്തിരി പേര്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. എൻ്റെ ഈ ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.